നീ എവിടെ പോയി? റേഷൻ കടയിൽ പോയതാടാ. അവിടെ ഉണ്ട് ചോറുണ്ട് കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങാണ്ട് ഉച്ചത്തൂണ് കഴിച്ചിട്ട്. എന്റെ അമ്മേ, ഉച്ചയായല്ലോ അനുമ്പ് ഊണ് കഴിച്ചാ? അതിനെ നേരത്തെ കഴിക്കൂലേ? അവനും പോയിക്കൂടെ റേഷൻ കടയിലൊക്കെ? പോയിക്കോണം. ഒരു നിലയിലെത്തുന്ന മനുഷ്യനാ. അതിന് ഇനി ഞാൻ റേഷൻ കടയിൽ ക്യൂ നിർത്താൻ നിൽക്ക്. നീ എന്നെ പഴി കളയണത്? ക്ലീറ്റാനെ പറയണ നീ വെറുതെ പോകണ്ടല്ലോ പുറത്തോട്ട്. എനിക്ക് ഇച്ചിരി അരി മേടിച്ചു തരാൻ നിന്നെ കൊണ്ട് പറ്റൂലേ? ഞാൻ വെറുതെയാണോ പോണത്? ഞാൻ രാവിലെ ജോലിക്ക് പോകണല്ലേ, ഉച്ച ഊണ് കഴിക്കാൻ വന്നതല്ലേ. ഇനി അഥവാ നിനക്ക് സാധനം ഞാൻ മേടിച്ചോണ്ട് വരാന്നല്ലോ. നീ വെയിലത്ത് ഇറങ്ങി പോണായിരുന്നോ? നമ്മള് കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് കൊറേ ആയില്ലേ മോനെ. ആരടാ? ഇതെന്തെങ്ങനെ? ഇങ്ങനെയാണ് അവനല്ലേ ഒന്ന് വിളിച്ച നാടകത്തിൽ വരുന്നത്. രണ്ടുപേര് കാണാൻ വന്നേക്കണു. മറ്റു രണ്ട് പ്രമുഖന്മാർ. പടിയുണ്ട് അവിടെ. നിന്റെ അവിടുത്തെ ഫാൻസി ഡ്രസ് പരിപാടി ഇന്നായിരുന്നല്ലേ? ആർക്ക് കിട്ടി പ്രൈസ്? നിനക്കാവനാ? മിസ്റ്റർ ക്ലീറ്റസ്, പണത്തിന് മേൽ പരുന്തും പറക്കില്ല. പണത്തിന് മേൽ പരുന്തും പറക്കില്ല. ഒരു പരുന്ത്. അയ്യോ, അത് പരുന്തല്ല, കാക്ക കേട്ടാ, കാക്ക. ക്ലീറ്റസേ, ഞങ്ങളുടെ നേതാവിനെ കളിയാക്കരുത്. ഞാൻ ക്ലീറ്റസ് നേതാവ്? അതൊക്കെ പണ്ട്. ഇപ്പോ ഈ നിൽക്കുന്ന നേതാവാണ് ഞങ്ങളുടെ നേതാവ്, അൻസാർ നേതാവ്. നീ അവനെ വെറുതെ കിടന്ന് കളിയാക്കേണ്ട കാര്യമില്ല. ഞാനൊരു പുതിയ പാർട്ടിയിൽ ചേർന്നിട്ടുണ്ട്. എൻ്റെ കൂടെ നടരാജനുണ്ട്. നിനക്കും എൻ്റെ പാർട്ടിയിൽ ചേരാം. വെറുതെ ആ പാർട്ടി ഓഫീസിൽ പോയിരുന്ന മൂട്ടടി കൊള്ളുന്ന എന്തിനാണ്? എൻ്റെ പാർട്ടിയിൽ ചേർന്നാലുണ്ടല്ലോ നിനക്ക് പണം, പ്രശസ്തി എല്ലാം ഉണ്ടാവും. ഉണ്ടാവല്ലോ. പണം, പ്രശസ്തി എല്ലാം ഉണ്ടാവും. പാർട്ടി ചേർന്ന പുറത്ത് പണിയെടുത്ത് വിളിയിട്. എടാ നടരാജ, നമ്മൾ ഇത്ര നാൾ കഷ്ടപ്പെട്ട് നമ്മുടെ പാർട്ടി അങ്ങനെ തള്ളി പറയാമോ? അതൊക്കെ പണ്ട്. ക്ലീറ്റസ്, നീ ഒരു കാര്യം ചെയ്യും. ഇതൊരു അഡ്വാൻസ് പിടിക്കിങ്ങോട്ട്. നിനക്ക് മനമാറ്റം ഉണ്ടായാൽ ഇതിന്റെ കട്ടി ഇനിയും കൂടും. നടരാജ, ഇത് പിടിക്ക്. അപ്പം ആലോചിച്ചിട്ട് വിളിക്കും. ഓക്കെ? കാണാം മിസ്റ്റർ ലൈമാൻ. ബായ്, നമുക്ക് കാണാം. ഈ അല്പനർത്ഥം കിട്ടി അർത്ഥരാർത്ഥി കുട പിടിക്കുന്ന പറഞ്ഞിട്ടില്ലേ? Alien versus Alien.